ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ് നവരാത്രി കാലം. ദേവീ ഉപാസനയ്ക്കും ദേവീ പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇതനുസരിച്ച് ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് സെപ്റ്റംബർ 22 തിങ്കളാഴ്ചയാണ്, അതായത് ഇന്ന്. കന്നിയിലെ അമാവാസി നാൾ മുതൽ വ്രതം തുടങ്ങുന്നതും ഉത്തമമാണ്. പൊതുവെ നവരാത്രി കാലത്ത് ആദ്യം 3 ദിനം പാർവതീ ദേവിക്കും, അടുത്ത 3 ദിനം ലക്ഷ്മി ദേവിക്കും, അവസാന 3 ദിനം സരസ്വതീ ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും, മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും, വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. കേരളത്തിൽ സപ്തമി, അഷ്ടമി, നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ ദിനങ്ങളിൽ മാത്രമായി വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. നവമി തിഥി 2 ദിവസങ്ങളിലായി വരുന്നതിനാൽ ഈ വർഷം 11 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാചരണമാണ് ഉള്ളത്. ഇനി ഈ വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് നോക്കാം. വ്രതകാലങ്ങളിലെല്ലാം ഭദ്രദീപം, അതായത് 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക. സർവ്വ ഐശ്വര്യത്തിനാണ് ഭവനങ്ങളിൽ ഭദ്രദീപം തെളിക്കുന്നത്. ഈ 2 തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ തിരിയിടുക. വിളക്ക് തെളിക്കുമ്പോൾ ആദ്യം കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിക്കണം. ശേഷം പ്രദക്ഷിണമായി തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കാം. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രത കാലയളവാണ് ഈ നവരാത്രി കാലം. ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്കിന് മുന്നിലിരുന്ന് ദേവീസ്തുതികൾ ജപിക്കണം. ലളിതാ സഹസ്രനാമ ജപം അത്യുത്തമം. മത്സ്യമാംസാദികൾ വർജിക്കുക. സാധ്യമെങ്കിൽ അരിഭക്ഷണം 1 നേരമായി ചുരുക്കുക. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധി ഉണ്ടാവണം. വ്രതദിനങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും ശ്രേഷ്ഠമാണ്. ദേവീപ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യത്തിന് നവരാത്രി വ്രതം കാരണമാകും. നവരാത്രി വേളയിൽ ഓരോ ദിവസവും ദേവിയെ ഓരോ ഭാവത്തിലാണ് ധ്യാനിച്ച് ആരാധിക്കേണ്ടത്. 9 ദിവസങ്ങളിലും അനുവർത്തിക്കേണ്ട ദേവീഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ശൈലപുത്രി ഭാവമാണ്. 1-ാം ദിവസം ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പൂർവ്വജന്മത്തിലെ സതീദേവിയെപ്പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവൻ്റെ അർദ്ധാംഗിനിയാണ്. വൃഷഭസ്ഥിതിയായി തൃശൂലവും താമരപ്പൂവും ധരിച്ചു മരുവുന്നു. അന്നത്തെ പ്രാധാന്യമുള്ള നിറം ഓറഞ്ചാണ്. നമുക്ക് ഓറഞ്ച് വസ്ത്രങ്ങൾ ഉടുത്ത് പൂജ ചെയ്യാവുന്നതാണ്. 2-ാം ഭാവത്തിൽ ബ്രഹ്മചാരിണി സങ്കല്പത്തിൽ പൂജിക്കുന്നു. ബ്രഹ്മശബ്ദത്തിന് തപസ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ദേവി തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. ജപമാലയും കമണ്ഡലവും ധരിച്ചിരിക്കുന്നു. ഇലഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേരുണ്ടായി. അന്നത്തെ പ്രാധാന്യമുള്ള നിറം വെള്ളയാണ്. വെള്ളവസ്ത്രങ്ങൾ ഉടുത്ത് നമുക്ക് പൂജ ചെയ്യാവുന്നതാണ്. 3-ാമതായിട്ട് ചന്ദ്രഘണ്ഠ ഭാവമാണ്. 3-ാമത്തെ ഭാവം ചന്ദ്രഘണ്ഠയായിട്ട് അറിയപ്പെടുന്നു. ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട്. ആ മണിയാണ് ചന്ദ്രഘണ്ഠാരൂപിണി ദേവീ സങ്കല്പത്തിന് ആധാരം. സ്വർണ്ണവർണ്ണമുള്ള ശരീരവും 10 കൈകളുമുണ്ട്. എല്ലാ കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്നു. സിംഹവാഹിനിയുടെ മണിനാദം കേട്ടാൽ ദുഷ്ടന്മാർക്ക് ഭയവും ശിഷ്ടന്മാർക്ക് ശാന്തിയും ലഭിക്കും. യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഭാവമാണ്. പ്രാധാന്യമുള്ള നിറം ചുവപ്പാണ്. ചുവപ്പ് വസ്ത്രങ്ങൾ ഉടുത്ത് നമുക്ക് പൂജ ചെയ്യാവുന്നതാണ്. 4-ാമത്തെ ഭാവം കൂഷ്മാണ്ഡ ഭാവമാണ്. 4-ാമത്തെ ദേവി സ്വരൂപം കൂഷ്മാണ്ഡം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടിയുടെ ആദിസ്വരൂപവും ശക്തിയും ദേവിയാണ്. സൃഷ്ടിക്ക് മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ച ദിവ്യപ്രകാശം സർവത്ര വ്യാപിച്ചു. പിന്നീട് ആ പ്രകാശം സർവ്വ വസ്തുക്കളിലും പ്രവേശിച്ച് തിളങ്ങി തേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട്. കമണ്ഡലു, ധനുസ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിലസിക്കുന്നു. അന്നത്തെ പ്രാധാന്യമുള്ള നിറം നീലയാണ്. 5-ാമത്തെ ഭാവം സ്കന്ദമാതാ ഭാവമാണ്. ദേവിയുടെ 5-ാം ഭാവം സ്കന്ദമാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അമ്മയുടെ മടിയിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യമരുളുന്നു എന്നാണ് സങ്കല്പം. സ്കന്ദമാതാവായ പരാശക്തി ചതുർഭുജയാണ്. 2 കൈകളിലും താമരപ്പൂവും, താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്കും സ്കന്ദമാതാവ് ആരാധന ഫലപ്രദമായിട്ടുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ ധരിക്കേണ്ടത് മഞ്ഞ വസ്ത്രമാണ്.
ആറാമത്തെ ദിവസം കാർത്യായനി രൂപമാണ്. ആറാമത്തെ സ്വരൂപം കാർത്യായനിയുടേതാണ്. കാർത്യായനി മഹർഷി ദേവിയെ തപസ് ചെയ്ത് ദേവി തന്നെ ഗൃഹത്തിൽ പിറക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദേവി മഹർഷിയുടെ ആഗ്രഹം സ്വീകരിച്ചു. കാർത്യായനി എന്നും നമുക്കിതിനെ പറയാം. അതിനുശേഷം മഹിഷാസുരനെ വധിച്ച് ദേവന്മാർക്ക് ആശ്വാസമരളിയെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. ചതുർഭുജിയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി സർവർക്കും അനുഗ്രഹാശിസുകളേകി മരുവുന്നു. അന്നത്തെ പ്രാധാന്യമുള്ള നിറം പച്ചയാണ്. ഏഴാം ഭാവമാണ് ഏറ്റവും ഭയാനകമായത്. കാളരാത്രിയാണ് ദേവിയുടെ ഏഴാമത്തെ ഭാവം. ദേവി ശക്തിരൂപം പൂണ്ട് കാളരാത്രിയായി ശോഭിക്കുന്നു. ധൈര്യം സമ്പാദിച്ച് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നതിന് വേണ്ടിയാണ് ദേവി ഭയാനക രൂപം ധരിച്ച് വർത്തിക്കുന്നത്. ആ രൂപം ശരീരത്തിലേക്ക് പ്രതിഫലിക്കുമ്പോൾ മനുഷ്യൻ ഭയത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. ദേവിയുടെ ഭയാനക രൂപം മനോദൗർബല്യം പരിഹരിച്ച് മനുഷ്യനെ കർമ്മനിരതനാക്കാൻ വഴിതെളിക്കുന്നു. കറുത്ത നിറവും ചിന്നിച്ചിതറിയ മുടിയും തൃക്കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിയും ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ബ്രഹ്മാണ്ടത്തെ ഭസ്മമാക്കാൻ പോലും ആ ജ്വാലകൾക്ക് ശക്തിയുണ്ട്. കഴുതയാണ് വാഹനം. വരദമുദ്രയും അഭയമുദ്രയും വാളും മറ്റൊരു ദിവ്യായുധവും ധരിച്ച് ചതുർഭുജയായി ശുഭാങ്കരി എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്നത്തെ പ്രാധാന്യമുള്ള നിറം ചാരനിറമാണ്. മഹാഗൗരിയാണ് ദേവിയുടെ എട്ടാമത്തെ ഭാവം. ദേവി ശാന്തസ്വരൂപിണിയും ശുഭ്രവർണ്ണ സ്വരൂപിണിയുമാണ്. പരമശിവനെ ആഗ്രഹിച്ച് കഠിന തപസ് ചെയ്ത് ദേവിയുടെ ശരീരം കറുത്ത് സൗന്ദര്യം നശിച്ചു. പക്ഷേ അത് കണ്ടു നിൽക്കാൻ ശിവന് കഴിഞ്ഞില്ല. ദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ ഗംഗാസ്നാനം കഴിപ്പിച്ച് ശുഭ്രവർണ്ണയാക്കി തീർത്തു. ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും വെളുത്തതായിരുന്നു. വെള്ളക്കാളയുടെ പുറത്തു കയറി ദേവി സർവർക്കും ദർശനം നൽകി. ചതുർഭുജങ്ങളിൽ തൃശൂലം, അഭയമുദ്ര, ഡമരു, വരദമുദ്ര എന്നിവ ധരിച്ച് ഉപാസകന് അക്ഷയപുണ്യം നൽകി പരിലസിച്ചു. ഒമ്പതാമത്തെ ദേവിയുടെ രൂപം സിദ്ധിദാത്രി എന്ന രൂപമാണ്. സിദ്ധിദാത്രി രൂപമാണ് അവസാന ദിവസത്തേത്. അന്ന് ദേവി സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദർശനം നൽകുന്നു. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാകാവ്യം, ഈശ്വിതം, വശിത്വം എന്നീ സിദ്ധികൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് വിശ്വാസം. ദേവന്മാർക്ക് പോലും സിദ്ധികൾ നൽകുന്ന ദേവിയാണ്. ചതുർഭുജങ്ങളിൽ ഗദയും ചക്രവും ശംഖും താമരയും ധരിച്ച് ദേവി വിരാജിക്കുന്നു. അന്നത്തെ പ്രാധാന്യമുള്ള നിറവും പച്ചയാണ്. ഇങ്ങനെ ഹിന്ദുമത വിശ്വാസപ്രകാരം ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയുടെ 9 ഭാവങ്ങളെ നവദുർഗ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നു മുതൽ 9 ദിവസത്തേക്ക് നവരാത്രി വ്രതം വളരെ ചിട്ടയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിക്കാം. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.